In a microsporangia have a usually the same size, form and structure and a eusporangia development and structure. അപ്പോൾ മൈക്രോസ്പൊറാഞ്ചിയ ഏകദേശം ഒരേ സൈസ് ആൻഡ് ഫോം ആയിരിക്കും, സ്ട്രക്ചർ ആയിരിക്കും. അത് യൂസ്പൊറാഞ്ചിയ ഡെവലപ്മെൻ്റ് ആയിരിക്കും കാണാം. യൂസ്പൊറാഞ്ചിയ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും സ്ട്രക്ചറും ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ എ മൈക്രോസ്പൊറാഞ്ചിയം ഹാവ് എ മാസീവ് വാൾ ഓഫ് മെയ്ഡ് ഓഫ് സെവറൽ ലെയേഴ്സ് ഓഫ് സെൽസ്. അപ്പോൾ സെവറൽ ലെയേഴ്സ് ഓഫ് സെൽസ് ചേർന്നിട്ടുള്ള ഒരു മാസീവ് വാൾ നമുക്ക് മൈക്രോസ്പൊറാഞ്ചിയത്തിന് ചുറ്റും കാണാൻ സാധിക്കും. ആൻഡ് മോർ സെൽസ് ഓഫ് ദി ഔട്ടർ ലെയർ ഇൻവോൾവ് ഇൻ ദ ഡെഹിസൻസ് മെക്കാനിസം. അപ്പോൾ ഏറ്റവും ഈ ഔട്ടർ ലെയറിലുള്ള സെൽസാണ് ഡെഹിസൻസ് മെക്കാനിസത്തിൽ മെയിനായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. ദ സെൽസ് ഇൻ ദ ഔട്ടർ വാൾ ബിക്കം തിക്ക്. അപ്പോൾ ഔട്ടർ വാളിലെ സെൽസ് ഭയങ്കര തിക്കായിട്ടായിരിക്കും കാണപ്പെടുന്നത്. എ ഹൈപ്പോഡെർമൽ സെൽ ഓൺ ദി അബാക്സിയൽ സൈഡ് ഓഫ് ദി ഡെവലപ്പിംഗ് മൈക്രോസ്പോറോഫിൽ ആക്ട് ആസ് ദി മൈക്രോസ്പൊറാഞ്ചിയൽ ഇനീഷ്യൽ. അപ്പോൾ എന്താ പറയുക, അബാക്സിയൽ സൈഡിലുള്ള ഹൈപ്പോഡെർമൽ സെല്ലാണ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള മൈക്രോസ്പോറോഫിലിൻ്റെ അബാക്സിയൽ സൈഡിലുള്ള ഹൈപ്പോഡെർമൽ സെല്ലാണ് എന്താ മൈക്രോസ്പൊറാഞ്ചിയൽ ഇനീഷ്യലായിട്ട് ആക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇറ്റ് ഡിവൈഡ്സ് ബൈ എ പെരിക്ലൈനൽ വാൾ ഇൻറ്റു എൻ ഔട്ടർ പ്രൈമറി വാൾ സെൽ. അപ്പോൾ അത് എന്താ പറയുക, പെരിക്ലൈനൽ വാളിനെ എന്താണ് ഒരു ഔട്ടർ പ്രൈമറി വാൾ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് എൻ ഇന്നർ പ്രൈമറി സ്പോറോജിനസ് സെൽസായിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ മൈക്രോസ്പോറോഫിൽസിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കണമെന്നാണ് പറയുന്നത്. The outer primary wall cell divides by a periclinal and anticlinal walls to form a several layer thick sporangial wall. അപ്പോൾ ഔട്ടർ പ്രൈമറി സെൽ വാളിനെ ഡിവൈഡ് ചെയ്തിട്ട് പെരിക്ലൈനലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ ആൻറ്റിക്ലൈനലായിട്ടും ഡിവൈഡ് ചെയ്തിട്ട് എന്താണ് ഒരു സെവറൽ തിക്ക് ലെയർ ഓഫ് സ്പൊറാഞ്ചിയൽ വാൾ ഫോം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. The surrounding microsporophyll tissue may also take part in the formation of the wall. അപ്പോൾ വാൾ ഫോർമേഷനിൽ എന്താണ് സറൗണ്ടിങ് ആയിട്ടുള്ള മൈക്രോസ്പോറോഫിൽ ടിഷ്യൂസും ഇതിന് ഹെൽപ്പ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ടേക്ക് പാർട്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. The primary sporogenous cells divide repeatedly to form a sporogenous tissue. പ്രൈമറി സ്പോറോജനസ് സെൽസ് റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്താണ് ഒരു സ്പോറോജനസ് ടിഷ്യൂ ഫോം ചെയ്യുന്നു. ദ ഔട്ടർ സെൽസ് വിച്ച് ഫോം എ സിംഗിൾ ലെയർ ടപ്പീറ്റ്. ടു ഫോം എ സ്പോറോജനസ് ടിഷ്യൂ അപ്പോൾ ഔട്ടർ സെൽസ് എന്താണ് ഒരു സിംഗിൾ ലെയർ ആയിട്ടുള്ള ടപ്പീറ്റായിട്ട് ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. The rest round off and act as microspore mother cells which have 22 chromosomes in cycles. അപ്പോൾ ബാക്കിയുള്ളത് എന്തായിട്ട് മാറുന്നു, റൗണ്ട് ഓഫ് ചെയ്തത് ഒരു റൗണ്ട് പോലെ ആയിട്ട് എന്താണ് ഒരു മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അതിൽ ഏകദേശം സൈക്കസിൻ്റെ കേസ് പറയുന്നത് ഏകദേശം 22 ക്രോമസോംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. The tapeted cells disorganize to form the plasmodial fluid which nourishes the mother cell, which grow and ultimately undergo meiosis to form 4 microspores of pollen grains each. അപ്പോൾ ഈ ടപ്പീറ്റഡ് സെൽസ് എന്ത് ചെയ്യുന്നു, ഡിസോർഗനൈസ് ചെയ്തിട്ടൊരു പ്ലാസ്മോഡിയൽ ഫ്ലൂയിഡായിട്ട് മാറുന്നു. അത് നമ്മുടെ മദർ സെൽസിനെ നറിഷ് ചെയ്തിരുന്നു. വിച്ച് ഗ്രോ അൾട്ടിമേറ്റ്ലി അണ്ടർഗോ മിയോസിസ്. അതായത് മിയോസിസ് നടന്നിട്ട് എന്തായിട്ട് മാറുന്നു, ഈ മദർ സ്പെല്ലിൽ എന്തായിട്ട് 4 മൈക്രോസ്പോർസ് ഓരോ പൊള്ളൻ ഗ്രെയിൻസിൽ എന്താണ് 4 മൈക്രോസ്പോർ വെച്ചിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. The microspores are arranged in tetrahedral tetrads. അപ്പോൾ എന്താ പറയുക, മൈക്രോസ്പേറ്റ്സ് എന്താണ് ടെട്രാഹീഡ്രൽ ടെട്രാഡ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. The haploid chromosome number is 8 in Strangeria and Ceratosarmia and 11 in Cycas and 13 in Microcycas. അപ്പോൾ ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ക്രോമസോം നമ്പർ സ്റ്റാൻജേറിയയിൽ 8 ആയിരിക്കും, സെറാറ്റോസാമിയയിലും സ്റ്റാൻജേറിയയിൽ 8 ആയിരിക്കും, സൈക്കസിൽ 11 ആയിരിക്കും, മൈക്രോസൈക്കസിൽ 13 ആയിരിക്കും എന്നാണ് പറയുന്നത്. The vasculature of the central axis of a Cycadales strobilus consists of a discrete vascular bundles which give off a mesoid traces to the sporophylls. അപ്പോൾ എന്താ പറയുക, സൈക്കഡേഷ്യൽ സ്ട്രോബൈലസിൻ്റെ സെൻട്രൽ ആക്സിസിലെ വാസ്കുലേച്ചർ എന്ത് ചെയ്യുന്നു, ഡിസ്ക്രീറ്റ് ചെയ്തിട്ട് എന്താണ് വാസ്കുലർ കൺസിസ്റ്റ് ഓഫ് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ളൊരു വാസ്കുലർ ബണ്ടിൽസ് കാണുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു, എന്താ പറയുക, സ്പോറോഫിൽസിന് ഒരു മിസാർക്കായിട്ടുള്ള ഇത് കൊടുക്കുന്നു എന്നാണ്, മിസാർ ട്രേസസ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. These traces may be single or double at the points of their origin from the vascular bundles. അപ്പോൾ ഇത് ഈ ട്രേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ആവാം, ഡബിൾ ആവാം അതിൻ്റെ പോയിൻ്റ് ഓഫ് ഒറിജിനിൽ ഫ്രം ദി വാസ്കുലർ ബണ്ടിൽസ് ഓഫ് ദി സെൻട്രൽ ആക്സിസ്. അപ്പോൾ സെൻട്രൽ ആക്സിസിലുള്ള വാസ്കുലർ ബണ്ടിൽസിൻ്റെ ഒറിജിൻ നോക്കിയിട്ട് അത് ലീഫ് ട്രേസസ് സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ ആവാമെന്നാണ് പറയുന്നത്. ബോത്ത് ദീസ് കണ്ടീഷൻസ് മേ ബി ഫൗണ്ട് ഇൻ സിംഗിൾ സ്ട്രോബൈലസ്. അപ്പോൾ ഈ 2 കണ്ടീഷൻസ് നമുക്ക് സിംഗിൾ സ്ട്രോബൈലസ് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. In the microsporangiate cones,
the single trace entering the microsporophyll divides into two. അപ്പോൾ എന്താ പറയുക, മൈക്രോസ്പോറൻജിയ കോൺസ്റ്റൻ്റ് എന്താണ്, ദ സിംഗിൾ ട്രേസ് നമ്മുടെ മൈക്രോസ്പോറോഫിൽസിലേക്ക് എൻ്റർ ചെയ്യുന്ന സിംഗിൾ ട്രേസ് എന്തായിട്ട് മാറുന്നു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇൻ ദ ഫീമെയിൽ പ്ലാന്റ്സ് ഓഫ് ദി സം ജെൻഡ്ര ദിസ് ഇസ് ദ കേസ് വിത്ത് റെസ്പെക്ട് ദ മെഗാസ്പോറോഫിൽ. അപ്പോൾ ചില ജനറയിൽ മെഗാസ്പോറോഫിലിന് മാത്രമായിട്ട് ഫീമെയിൽ പ്ലാന്റ്സിലെ മെഗാസ്പോറോഫിലിന് മാത്രമായിട്ട് ഇതുണ്ടാവുന്നു, ചില കേസിൽ മെഗാസ്പോറോഫിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ ഷെറാറ്റോസാമയിൽ ദ ട്രേസസ് ടു മെഗാസ്പോറോഫിൽ ഡിവൈഡ്. പക്ഷേ ആ മെഗാസ്പോറോഫിലേക്ക് എൻ്റർ ചെയ്യുന്ന ട്രേസസ് പിന്നെയും കുറേ തവണ ഡിവൈഡ് ചെയ്തിട്ട്, അതായത് സ്പോറോഫിലേക്ക് എൻ്റർ ചെയ്യണൊക്കെ മുന്നേ പിന്നെയും കുറേ തവണ ഡിവൈഡ് ചെയ്തിരുന്നു. കൺസിസ്റ്റ് ഓഫ് മെനി സ്പോറോഫിൽ ട്രേസസ്. അതിലെന്താണ്, കുറേ സ്പോറോഫിൽ ട്രേസസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്താണ് ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ. നമുക്ക് മൈക്രോപൈലർ എൻഡ് കാണാൻ സാധിക്കും. ഇൻടെഗ്യുമെൻറ്റ്സ്, മ്യൂസിലേജ് കനാൽസ്, പോളൻ ട്യൂബ്, ന്യൂസിലസ്, ആർക്കിഗോണൽ ചേംബർ, സ്പെർമാറ്റോസോയിഡ്സ്, നെക്ക് സെൽസ്, വെൻട്രിക്കൽ സെൽസ്, എല്ലാ എഗ് ന്യൂക്ലിയസ്, എൻഡോസ്പേംസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത് ഡൈഗ്യൂൾ എഡ്യൂളിൻ്റെ ഓവ്യൂളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. The ovule in the cycads consists of a nucellus surrounded by a single integument with a distinct micropyle at the distal end. അപ്പോൾ സൈക്കസിൻ്റെ ഒവ്യൂളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ന്യൂസെല്ലസ് ഉണ്ടായിരിക്കും, അതിന് സറൗണ്ട് ചെയ്തിട്ടൊരു സിംഗിൾ ഇൻറ്റഗ്യുമെൻ്റ് ഉണ്ടായിരിക്കും, അത് വിത്ത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് മൈക്രോപൈൽ, ഡിസ്റ്റൽ എൻഡിലൊരു മൈക്രോപൈൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. The integument is free from a major part of the nucellus during early stages in development. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ ഈ ന്യൂസെല്ലസിന് ഫ്രീ ആയിട്ടായിരിക്കും നമ്മുടെ ഇൻറ്റഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കുക. പക്ഷേ മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ഓൺലി 1/3 ഓഫ് ദി ന്യൂക്ലിയസ് ഇസ് ഫ്രീ ഫ്രം ദി ഇന്റഗ്യുമെന്റ് ടുവേർഡ്സ് ദി മൈക്രോപൈലൻറ്റ്. അപ്പോൾ എന്താ പറയുക, മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ന്യൂസെല്ലസിൻ്റെ 1/3 മാത്രം ആണ് ഇൻറ്റഗ്യുമെൻ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുള്ളൂ എന്ന് പറയുന്നത്. മൈക്രോപൈലൻറ്റ് എൻഡിലുള്ള ഇൻറ്റഗ്യുമെൻറ്റ്സിൽ 1/3 മാത്രമാണ് ഫ്രീ ആയിട്ട് ഇരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. The nucellus during the early stages of development consists of a parenchymatous tissue. അപ്പോൾ ഏർലി സ്റ്റേജസ് ഓഫ് പാരൻകൈമറ്റസ് ഡെവലപ്മെൻറ്റുള്ള ന്യൂസിലസിൽ എന്താണ്, പാരൻകൈമറ്റസ് ടിഷ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് സൂണർ സബ് എപ്പിഡെർമൽ ഓർ ഡീപ്പ് മെഗാസ്പോർ മദർ സെൽ ഡിസ്റ്റിങ്വിഷസ് ഇൻ ഇറ്റ്. എന്നിട്ട് പിന്നീട് എന്താണെന്നോ ഒരു സബ് എപ്പിഡെർമലായിട്ടുള്ളൊരു മെഗാസ്പോർ മദർ സെൽസ് അതിൽ ഡിസ്റ്റിങ്വിഷ്ഡ് ആവുമെന്നാണ് പറയുന്നത്. Later it divide meiotically into 4 megaspores, out of which 1 remains functional and other 3 degenerate. അതിൽ എന്താ പറയുക, അത് പിന്നീട് അത് മിയോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് 4 മെഗാസ്പോസ് ആയിട്ട് മാറുന്നു. അതിൽ 1 ഫങ്ഷണലും ബാക്കിയൊക്കെ ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് പറയുന്നത്. The functional megaspore grows into a female gametophyte by nuclear division and is followed by a wall formation. അപ്പോൾ ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ എന്ത് ചെയ്യുന്നു, ഒരു ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു. ബൈ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ followed later by a wall formation. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ വഴി ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നു. പിന്നെ ലേറ്റർ ബൈ വാൾ ഫോർമേഷൻ, പിന്നെ അതിന് വാൾ ഫോർമേഷൻ നടക്കണമെന്നാണ് പറയുന്നത്. ഈ ഓവ്യൂൾസ് എന്താണ്, സെസൈലായിരിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഈ ഇൻറ്റഗ്യുമെൻറ്റ്സിന് 3 ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഒരു ഔട്ടർ ഫ്ലഷി ലെയർ, മിഡിൽ സ്റ്റോണി ലെയർ, ഇന്നർ ഫ്ലഷി ലെയർ ഉണ്ടായിരിക്കും. അറ്റ് ദിസ് സ്റ്റേജ് the female gametophyte has come to occupy the greater proportion of the ovule and the nucellus is now thin papery layer. അപ്പോൾ ഈ സ്റ്റേജിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്താണ്, ഒരു ഒവ്യൂളിൽ ഒരു ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഒക്യുപ്പൈ ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ഈ സമയത്ത് ന്യൂസെല്ലസ് ഒരു തിൻ പേപ്പറി ലെയറായിട്ട്, ഒരു പേപ്പർ പോലത്തെ ഒരു ലെയറായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. A distinct pollen chamber is formed at the micropylon by the disintegration of the nucellar apex. അപ്പോൾ ഈ ന്യൂസെല്ലർ എപ്പെക്സിന് ഒരു ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ചിട്ട് ആ ഒരു മൈക്രോപൈലർ എൻഡിൽ എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു പൊളൻ ചേംബർ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. The vascular supply to the ovule consists of a vascular strand. അപ്പോൾ ഈ ഒവ്യൂളിന് വാസ്കുലർ സപ്ലൈ കൊടുക്കാനായിട്ടൊരു വാസ്കുലർ സ്ട്രാൻഡ് ഉണ്ടായിരിക്കും. That enters the base of the ovule and in some cases a short ഓവുലർ സ്റ്റോക്ക്. അത് നമ്മുടെ എന്താ പറയുക, ഒന്നില്ലെങ്കിൽ ഓവ്യൂളിൻ്റെ ബേസിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഓവുലർ സ്റ്റോക്കിൻ്റെ ഉള്ളിലേക്ക് ഒരു ഷോർട്ട് ഓവുലർ സ്റ്റോക്കിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് ചില കേസസിൽ. ഇൻ സം കേസസ് ഇറ്റ് മേ ഫോർക്ക് ബിഫോർ എൻ്ററിങ് ദ ഒവ്യൂൾ ബേസ്. അപ്പോൾ അതെന്താണ്, ഒവ്യൂൾ ബേസിലേക്ക് കയറുന്ന സമയത്ത് അത് ഫോർക്കായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. At the base of the ovule, 2 concentric vascular systems are established, the outer and the inner. അപ്പോൾ ഒവ്യൂളിൻ്റെ ബേസിൽ 2 കോൺസെൻട്രിക് വാസ്കുലർ സിസ്റ്റംസ് ഉണ്ട്, ഒരു ഔട്ടറും ഒരു ഇന്നറും.
ദർ ആർ അപ് ടു 12 വാസ്കുലർ സ്ട്രാൻഡ്സ് ഇൻ ദി ഔട്ടർ സിസ്റ്റം. അപ്പോൾ ഔട്ടർ സിസ്റ്റത്തിൽ ഏകദേശം 12 വാസ്കുലർ സ്ട്രാൻഡ്സ് ഉണ്ടായിരിക്കും. ദേ ഒറിജിനേറ്റ് ബൈ ബ്രാഞ്ചിങ് ഓഫ് ദി മെയിൻ സ്ട്രാൻഡ് അറ്റ് ദി ബേസ് ഓഫ് ദി ഓവ്യൂൾ. അപ്പോൾ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓവ്യൂളിൻ്റെ ബേസിലുള്ള ആ മെയിൻ സ്ട്രാൻഡിൻ്റെ ബ്രാഞ്ചിങ് സംഭവിച്ചിട്ടാണെന്നാണ് പറയുന്നത്. ദീസ് 12 സ്ട്രാൻഡ്സ് റിമെയിൻ അൺബ്രാഞ്ച്ഡ് ഡ്യൂറിങ് ദ ലോങ്ങിറ്റ്യൂഡിനൽ കോഴ്സ്. അപ്പോൾ ഈ 12 സ്ട്രാൻഡ്സും എന്താണ് അൺബ്രാഞ്ച്ഡ് ലോങ്ങിറ്റ്യൂഡിനൽ കോഴ്സിൻ്റെ സമയത്ത് അൺബ്രാഞ്ച്ഡ് ആയിരിക്കും. അപ്വേർഡ്സ് ത്രൂ ദി കോഴ്സ് അപ്വേർഡ്സ് ത്രൂ ദി ഔട്ടർ ഫ്ലഷി ലെയർ ഓഫ് ദി ഇൻറ്റഗ്യുമെൻറ്റ്. അപ്പോൾ അതെന്താണ്, പക്ഷെ അപ്വേർഡ് എത്തുന്നവരും എന്താണ്, പക്ഷെ അത് അപ്വേർഡായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഔട്ടർ ഫ്ലഷി ലെയർ ആയിട്ടുള്ള ഇൻറ്റഗ്യുമെൻറ്റിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ദേ ട്രാൻസ്ഫേഴ്സ് റൈറ്റ് അപ് ടു ദി മൈക്രോപൈലാർ എൻഡ്. അപ്പോൾ അതെന്താണ്, മൈക്രോപൈലാർ എൻഡിന് എത്തുന്ന വരെ അത് ട്രാൻസ്ഫേഴ്സ് ആയിരിക്കും, റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫേഴ്സ് ആയിട്ട് പോകുന്നതാണ് പറയുന്നത്. The vascular strands of the inner system transverse upwards through the part of the ovule. അപ്പോൾ ഈ ഇന്നർ സിസ്റ്റത്തിലുള്ള വാസ്കുലർ സ്റ്റാൻഡ്സ് എന്താണ്, നമ്മുടെ ഒവ്യൂളിൻ്റെ എന്താ പറയുക അപ്വേർഡ് പോർഷനിലേക്കാണ് ട്രാൻസ്ഫേഴ്സ് ചെയ്ത് പോകുന്നത്. ആൻഡ് വെർ ദി ഇന്നർ ഫ്ലഷി ലെയർ ഓഫ് ദി ഇൻറ്റഗ്യുമെൻറ്റ് ഇസ് ഇൻ കോൺടാക്ട് വിത്ത് ദ ന്യൂസെല്ലസ് ആൻഡ് ടു ആർ ഡിസ്റ്റിങ്ഷബിൾ. പക്ഷേ അതിൻ്റെ ഫ്ലഷി ലെയറിലെ ഇൻറ്റഗ്യുമെൻറ്റ് ഫ്ലഷി ലെയറിലുള്ള എന്താ പറയുക ഫ്ലഷി ലെയർ എന്താണ് ന്യൂസെല്ലസായിട്ട് ഇൻ കോൺടാക്റ്റ് ആയിരിക്കും. ആൻഡ് ദ ടു ആർ ഇൻഡിസ്റ്റിങ്ഷബിൾ, അത് രണ്ടും ഇൻഡിസ്റ്റിങ്ഷബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. They dichotomous and end at about the line where the nucellus is free from the integument. അപ്പോൾ അത് ഡൈക്കോട്ടമസ് ആയിരിക്കും, അറ്റ് ദി എൻഡിൽ എത്തുമ്പോൾ ഡൈക്കോട്ടമസ് ആയിരിക്കും. ആൻഡ് എൻഡ് അബൌട്ട് ദി ലൈൻ വെർ ദി ന്യൂസെല്ലസ് ഇസ് ഫ്രീ ഫ്രം ദി ഇൻറ്റഗ്യുമെൻറ്റ്. അപ്പോൾ എന്താ പറയുക ഇൻറ്റഗ്യുമെൻറ്റിന് ന്യൂസെല്ലസ് ഫ്രീ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു, അത് ഡൈക്കോട്ടമസ് ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. In Shapiro 1951 reported that a few tracheids may be extend beyond this into the nucellus in Zamia. അപ്പോൾ ഷാപ്പിറോ 1951 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില ട്രക്കീഡ്സ് എന്താ പറയുക എന്താണ് ന്യൂസെല്ലസിനും കഴിഞ്ഞിട്ട് മേ എക്സ്റ്റെൻഡ് ബിയോണ്ട് ദിസ് ഇറ്റ് ന്യൂസെല്ലസ്. അപ്പോൾ ന്യൂസെല്ലസും കഴിഞ്ഞിട്ട് അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സാമിയിലാണ് അത് കാണുന്നത്. പിന്നെ 1912 കെർഷോ ദ സെയിം സ്റ്റേറ്റ് ഇൻ ബൊവീനിയ. അപ്പോൾ ബൊവീനിയയിലും ഇതേപോലത്തെ സെയിം കണ്ടീഷൻ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. ചേംബർലൈൻ 1935 റിപ്പോർട്ടഡ് ദാറ്റ് ഇൻ ഡയൂ ദേ എക്സ്റ്റെൻഡ് അപ്പ് ഇൻ ടു ദി അപ്പർ പാർട്ട് ഓഫ് ദി ഇന്നർ ഫ്ലഷി ലെയർ ഓഫ് ദി ഇൻറ്റഗ്യുമെൻറ്റ്. അപ്പോൾ ഇന്നർ ഫ്ലഷി ലെയറിലെ ഇൻറ്റഗ്യുമെൻ്റ് അപ്പർ പാർട്ടിലേക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോയിട്ടുണ്ടെന്ന് ചേംബർലൈൻ 1951 നമ്മുടെ ഷാപ്പിറോ സാമിയ ഫ്ലോറിഡാനിലും സാമിയ ഇൻറ്റഗ്രിഫോളിയയിലും എന്താണ് അതിൻ്റെ ഒവ്യൂൾസിൻ്റെ ന്യൂസെല്ലസിൻ്റെ ഔട്ടർ സർഫേസിൽ എന്താണ് നമുക്ക് സബ്സിഡറി സെൽസ് കാണാൻ സാധിക്കും. പിന്നെ പ്രസൻസ് ഓഫ് സ്റ്റൊമാറ്റ വിത്ത് ഗാർഡ് സെൽസ് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് കണ്ടുപിടിച്ചത്. ഇനി മെഗാസ്പോറോജെൻസിസ്. The young nucellus appears as a mound of the parenchymatous cells representing the apex of the ovule. അപ്പോൾ ഒവ്യൂളിൻ്റെ നമ്മുടെ യങ് ന്യൂസെല്ലസ് എന്താണ് ഒരു പാരൻകൈമറ്റസ് സെൽസിൻ്റെ ഒരു മൗണ്ട് പോലെ ആണ് അപ്പിയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒവ്യൂളിൻ്റെ എപ്പെക്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരിക്കും കാണപ്പെടുന്നുണ്ടാവുക. ദ ഇൻറ്റഗ്യുമെൻറ്റ് അറൈസസ് സബ് എപ്പിക്കലി ആസ് എ കൊള്ളർ ഓഫ് ടിഷ്യൂ. അതായത് ഇൻറ്റഗ്യുമെൻറ്റ് എന്താണ് ഒരു കൊള്ളർ ഓഫ് ടിഷ്യൂ പോലെ സബ് എപ്പിക്കലി ആയിട്ട് അറൈസ് ചെയ്യുന്നു. അത് ഗ്രോ അപ്പ് ചെയ്യുന്നു ആൻഡ് ഇവൻച്വലി എൻക്ലോസസ് ദി ന്യൂസെല്ലസ്. അത് നമ്മുടെ ന്യൂസെല്ലസിനെ എൻക്ലോസ് ചെയ്യുന്നു. ബട്ട് ലീവിങ് എ സ്മോൾ പോർ കോൾഡ് മൈക്രോപൈൽ. പക്ഷേ അവിടെ ചെറിയ ഒരു സ്മോൾ പോർ മാത്രം വിട്ടിട്ട് ബാക്കി അതിനെ നമ്മുടെ ന്യൂസെല്ലസിന് ചുറ്റും എൻക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ആ സ്മോൾ പോർ നമ്മൾ മൈക്രോപൈൽ എന്നാണ് വിളിക്കുന്നത്. The young nucellus has a rounded apex, 2 or 4 cells before the apex. അപ്പോൾ നമ്മുടെ യങ് ന്യൂസെല്ലസിന് എന്താണ് അപ്പെക്സ് ഉണ്ടാവുന്നതിനേക്കാൾ മുന്നേ ഹാസ് എ റൗണ്ടഡ് എപ്പെക്സ് ഓഫ് 2 or 4 cells. അതായത് 2 or 4 cells വെച്ചിട്ട് ഉള്ള റൗണ്ടഡ് എപ്പെക്സ് നമുക്ക് യങ് ന്യൂസെല്ലസിൽ കാണാൻ സാധിക്കും. ആൻഡ് വിത്തിൻ്റെ ന്യൂസെല്ലാർ ടിഷ്യൂ എ മെഗാസ്പോർ മദർ സെൽസ് ഇസ് ഡിഫറൻഷ്യേറ്റഡ്. അപ്പോൾ ആ ന്യൂസെല്ലാർ ടിഷ്യൂവിൽ എന്താണ് നമ്മുടെ മെഗാസ്പോർ മദർ സെൽ എന്തായിരുന്നു ഡിഫറൻഷ്യേറ്റഡ് ആയിട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. ആസ് ദി ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് എ ലീനിയർ ടെട്രാഡ് ഓഫ് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് മിയോസിസ്. അപ്പോൾ നമ്മുടെ ആ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ലീനിയർ ടെട്രാഡ് ഓഫ് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് അവിടെ മിയോസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഔട്ട് ഓഫ് ദിസ് 3 cells lying towards the micropylar end of the nucellus disappear.
and the fourth proximal cell enlarges and acts as a functional megaspore. അതിൽ 3 സെൽസ്, അതായത് നമ്മുടെ മൈക്രോപൈലിൻ്റെ എൻഡിൽ, ന്യൂസെല്ലസിൻ്റെ മൈക്രോപൈലിൻ്റെ എൻഡിലുള്ള ആ 3 സെൽസ് എന്ത് ചെയ്യുന്നു, എന്താ പറയുക, ഡിസപ്പിയർ ആയിട്ട് പോകുന്നു. പിന്നെയുള്ള ഒരെണ്ണം, അതായത് ഫോർത്ത് പ്രോക്സിമൽ സെൽ എൻലാർജസ് ആൻഡ് ആക്ട് ആസ് എ ഫങ്ഷണൽ മെഗാസ്പോർ. ആ ഒരെണ്ണം എന്താണ്, എൻലാർജ് ചെയ്തിട്ട് എന്താണ് ഫങ്ഷണൽ മെഗാസ്പോറായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഗാസ്പോറോജെൻസിൻ്റെ ആ ഡെവലപ്മെൻറ്റ് കാണിക്കുന്നത്. The megaspore enlarges in figure D and its nucleus and subsequent derivative nuclear divide until a sac of possibly of 1000 free nucleus is formed. അപ്പം മെഗാസ്പോർസ് എന്ത് ചെയ്യുന്നു, എൻലാർജ് ചെയ്യുന്നു. അതിൻ്റെ എന്താ പറയുക, ന്യൂക്ലിയസിൽ എന്താ പറയുക, ഡെറിവേറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയ ഉണ്ട്, വിച്ച് ഡിവൈഡ് അൺടിൽ എ സാക്ക് ഇസ് പോസിബിളി 1000 ഫ്രീ ന്യൂക്ലിയസ് ഫോംഡ്. അപ്പോൾ അതിൻ്റെ ഒരു അത് ഡിവൈഡ് ചെയ്തിട്ട് എന്താണ്, ഒരു സാക്ക് പോലെ ഫോം ചെയ്യുന്നു. അതിൽ ഏകദേശം ഒരു 1000 ഫ്രീ ന്യൂക്ലിയസ് നമുക്ക് കാണാൻ അവിടെ ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. വാൾ ഫോർമേഷൻസ് ബിഗിൻസ് അറ്റ് ദി പെരിഫറി. അത് പെരിഫറിയിൽ വെച്ചിട്ട് വാൾ ഫോർമേഷൻ ഉണ്ടാവുന്നു. ആൻഡ് ഇവൻച്വലി ദ മാസ് ഈസ് എൻറ്റയർലി സെല്ലുലർ. അങ്ങനെ എന്താണ്, അതിൻ്റെ മാസ് എൻറ്റയർലി സെല്ലുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദിസ് ഇസ് ദി മെയിൽ ഗമേറ്റ്. ഇത് നമ്മൾ മെയിൽ ഗമേറ്റ് ആയിട്ട് കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. ദ ഫോർമേഷൻ ഇസ് സെൻട്രിപെറ്റൽ. അതിൻ്റെ വാൾ ഫോർമേഷൻ എന്താണ്, സെൻട്രിപെറ്റലായിരിക്കും ഉണ്ടാവുക. ആസ് ദി ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഡെവലപ്സ് വിത്തിൻ ദ ന്യൂസെല്ലസ് എക്സ്റ്റെൻസ് എപ്പിക്കലി ഫോമിങ് എ സോളിഡ് ന്യൂസെല്ല ബീക്ക് ദാറ്റ് എക്സ്റ്റെൻസ് ഇൻ ടു എ മൈക്രോപൈൽ. അപ്പോൾ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ന്യൂസെല്ലസിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അപ്പിക്കൽ ഫോമിങ് സോളിഡ് ന്യൂസെല്ലാർ ബീക്ക് ദാറ്റ് എക്സ്റ്റെൻസ് ഇൻ ടു ദി മൈക്രോപൈൽ. അപ്പോൾ അതെവിടെ എന്താണ്, ഒരു എന്താ പറയുക, സോളിഡ് ആയിട്ടുള്ള ന്യൂസെല്ലാർ ബീക്ക് പോലെ ഫോം ചെയ്യുന്നു. അത് നമ്മുടെ മൈക്രോപൈലിൻ്റെ ഉള്ളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതാണ് പറയുന്നത്. അറ്റ് എ ലേറ്റർ സ്റ്റേജ് ലൈസോജീനിയസ്ലി ഫോംഡ് ക്യാവിറ്റി അപ്പിയേഴ്സ് വിത്തിൻ ന്യൂസെല്ലാർ ബീക്ക്. അപ്പോൾ ഈ ന്യൂസെല്ലാർ ബീക്കിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു ലൈസോജീനിയസ്ലി ഫോംഡ് ആയിട്ടുള്ളൊരു ക്യാവിറ്റി അപ്പിയർ ചെയ്യുന്നതാണ് പറയുന്നത്. ദിസ് ക്യാവിറ്റി ഗ്രാജുവലി വാർഡൻസ് ഇൻ ടു എ പൊള്ളൻ ചേംബർ. ഈ എന്താ പറയുക, ക്യാവിറ്റി എന്താണ്, ഒരു പൊള്ളൻ ചേംബറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്, അല്ലെങ്കിൽ വലുതാവുന്നു എന്നാണ് പറയുന്നത്. Later at the base of the pollen chamber assumes the shape of an inverted funnel within a slight projection in the center. അപ്പോൾ അത് ആ ബേസിൽ, പൊള്ളൻ ചേമ്പറിൻ്റെ ബേസിൽ എന്താണ്, ഏകദേശം assumes the shape of an inverted funnel. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഫണലിൻ്റെ ഷേപ്പ് ആയിരിക്കും, അതായത് സെൻറ്ററിൽ ഒരു സ്ലൈറ്റ് പ്രൊജക്ഷൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്താണ് അതിൻ്റെ ആർക്കിഗോണിയം. അപ്പോൾ ആർക്കിഗോണത്തിൻ്റെ ഡെവലപ്മെൻറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Later, archegonial initials make their appearance at the micropylar end of the female prothalus. അപ്പോൾ എന്താ പറയുക, ഫീമെയിൽ പ്രോത്താലസിൻ്റെ മൈക്രോപൈലർ എൻഡിൽ എന്താണ്, ആർക്കിഗോണിയൽ ഇനീഷ്യൽസിൻ്റെ അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിക്കും. There are usually 2 to 10 such initials in the cycad. സൈക്കസിൽ ഏകദേശം 2 മുതൽ 10 വരെ അത്തരം ആർക്കിഗോണിയൽ ഇനീഷ്യൽസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ മൈക്രോസൈക്കസ് ദേ അപ്പിയർ സ്കോർസ് ഓഫ് സച്ച് ഇനീഷ്യൽസ് ബർച്ച് ഡെവലപ്പ് ഇൻ ടു ആർക്കിഗോണിയ. അപ്പോൾ മൈക്രോസൈക്കസിൽ എന്താണ്, ഇത്തരത്തിലുള്ള സെൽസ് ഇനീഷ്യൽസ് എന്തായിട്ട് മാറുന്നു, ആർക്കിഗോണിയായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ഈച്ച് ഇനീഷ്യൽസ് ഡിവൈഡ്സ് ട്രാൻസ്വേഴ്സ്ലി ടു എസ്റ്റാബ്ലിഷ് ആൻ ഔട്ടർ പ്രൈമറി നെക്ക് സെൽ ആൻഡ് ഇന്നർ സെൽ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഓരോ ഇനീഷ്യൽസും ട്രാൻസ്വേഴ്സ്ലി ഡിവൈഡ് ചെയ്തിട്ടാണ് ഒരു ഔട്ടർ നെക്ക് സെൽസ് ഉണ്ടാവുന്നതാണ് പറയുന്നത്, പിന്നെ ഒരു ഇന്നർ സെല്ലും ഉണ്ടാവുന്നതാണ് പറയുന്നത്. ദ നെക്ക് സെൽ ഡിവൈഡ്സ് ഓൺലി വൺസ് ടു പ്രൊഡ്യൂസ് 2 നെക്ക് സെൽസ്. അപ്പോൾ നെക്ക് സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് എന്താണ്, 2 നെക്ക് സെൽസ് ഉണ്ടാവുന്നു. വിച്ച് ലേറ്റർ ബൾജ് കോൺസ്പീഷ്യസ്ലി അറ്റ് സർഫേസ്. അത് ആ സർഫേസിൽ വെച്ചിട്ട് എന്താണ്, ബൾജ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ദ ഇന്നർ സെൽ അല്ലെങ്കിൽ ദ വെൻറ്റർ സെൽ എൻലാർജസ് ആൻഡ് ന്യൂക്ലിയോളസ് റിമെയിൻസ് അപ്പിക്കലി സിറ്റുവേറ്റഡ് ഷോർട്ട്ലി ബിഫോർ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഫെർട്ടിലൈസേഷന് മുന്നേ നമ്മുടെ ഇന്നർ സെൽ അല്ലെങ്കിൽ വെൻറ്റർ സെൽസ് എന്താണ്, എൻലാർജസ് ചെയ്യുന്നു. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ന്യൂക്ലിയോളസ് എന്താണ്, ഫെർട്ടിലൈസേഷൻ നടക്കുന്ന മുന്നേ അത് അപ്പിക്കലി റിമെയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. അത് പിന്നീട് ഡിവൈഡ് ചെയ്തിട്ട് എന്താണ്, സ്മോൾ വെൻറ്റർ കനാൽ സെല്ലായിട്ട് മാറുന്നു. ആൻഡ് മാസീവ് എഗ് സെൽ, അത് പിന്നീട് ഒരു വെൻറ്റർ കനാൽ സെല്ലായിട്ടും പിന്നെ ഒരു മാസീവ് എഗ് സെല്ലായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. സെൽസ് ഓഫ് ദി ന്യൂസെല്ലസ് സറൗണ്ടിങ് ദി ഇന്നർ സെൽ ബിക്കംസ് കോൺസ്പീഷ്യസ് ആൻഡ് ഫോം എ ജാക്കറ്റ് ലെയർ. അപ്പോൾ ഈ എന്താ പറയുക, ഇന്നർ സെൽസിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ന്യൂസെല്ലസിൻ്റെ സെൽ എന്താണ്, കോൺസ്പീഷ്യസ് ആയിട്ടതൊരു ജാക്കറ്റ് ലെയർ ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പൊള്ളൻ ജെർമിനേഷൻ എങ്ങനെയാണ് നോക്കാം.
ദി മൈക്രോസ്പോർസ് സ്റ്റാർട്ട് ജെർമേറ്റിംഗ് വിത്തിൻ ദി മൈക്രോസ്പൊറാഞ്ചിയം. മൈക്രോസ്പൊറാഞ്ചിയത്തിൽ വെച്ച് നമ്മുടെ മൈക്രോസ്പോർസ് ജെർമേറ്റ് ചെയ്യുന്നു. ആദ്യം അതിൻ്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് എന്താണ് സ്മോൾ പ്രോതാലിയൽ സെൽസും പിന്നെ ഒരു ലാർജ് സിസ്റ്റർ സെല്ലും ആയിട്ട് മാറുന്നു. ഈ പ്രോതാലിയൽ സെൽസ് ഡസ് നോട്ട് ഡിവൈഡ് ഫർദർ, അത് പിന്നീട് ഫർദറിൽ ഡിവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ലാർജ് സിസ്റ്റർ സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ജനറേറ്റീവ് സെല്ലും ഉണ്ടാവുന്നു, പിന്നെ ട്യൂബ് ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. അത് നമ്മുടെ ഗാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് 3-celled stage of the semi-germinated microsporum is released from the microsporangium. അപ്പോൾ ഇങ്ങനെ 3-celled സ്റ്റേജ് ആയിട്ടുള്ള നമ്മുടെ മൈക്രോസ്പോർ നമ്മുടെ സ്പോറാഞ്ചിയത്തിൽ നിന്ന് റിലീസ് ആവുന്നു പറയുന്നത്. ആഫ്റ്റർ ഷെഡിങ് most of its pollen, the male cone increases to double its original length. അപ്പോൾ അത് ഷെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ എന്താ പറയുക പൊള്ളൻ, അതായത് മെയിൽ കോണിലത്തെ പൊള്ളൻ എന്താണ് അതിൻ്റെ ഒറിജിനൽ ലെങ്ത്തിൽ നിന്നുള്ള ആ ലെങ്ത്ത് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പോളിനേഷൻ മെയിനായിട്ട് നടക്കുന്നത് വിൻഡ് വഴിയാണ്. അറ്റ് ദി ടൈം ഓഫ് പോളിനേഷൻ ദ മെഗാസ്പോറോഫിൽസ് ആർ ലൂസ് ഇനഫ് സോ ദാറ്റ് ദ പോളൻ ഗ്രെയിൻസ് ക്യാൻ ഈസിലി ഷിഫ്റ്റ് ഡൗൺ ടു ദി മൈക്രോപൈൽസ് ഓഫ് ദി ഓവ്യൂൾ ആൻഡ് ഗെറ്റ് കോട്ട് ഇൻ ദ പോളിനേഷൻ ഡ്രോപ്പ്. അപ്പോൾ പോളിനേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ മെഗാസ്പോറോൾസ് ഭയങ്കര ലൂസായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അതിങ്ങനെ എന്ത് ലൂസാവുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഈ പൊള്ളൻ ഗ്രെയിൻസിൽ നമ്മുടെ മൈക്രോപൈൽസിൻ്റെ അവിടെ ഈസിലി വന്ന് വീഴാൻ വേണ്ടിയിട്ടാണ്, ഒവ്യൂൾസിൻ്റെ മൈക്രോപൈൽസിൽ വന്ന് ഈസിലി വീഴാൻ വേണ്ടിയിട്ടാണ് അതിന് ലൂസായിട്ട് നിൽക്കുന്നത്. ആൻഡ് ഗെറ്റ് കോട്ട് ഇൻ ദ പോളിനേഷൻ. അപ്പോൾ ആ പോളിനേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് അതിനെ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മെഗാസ്പോറോഫിൽസിന് ലൂസായിട്ട് നിൽക്കുന്നത്. The drop dries and gets pulled in and they germinate and the result in complete destruction of the ovules. അപ്പോൾ നമ്മുടെ ആ പോളിനേഷൻ ഡ്രോപ്പ് എന്താണ് ഡ്രൈ ആവുന്നു, ആൻഡ് ഗെറ്റ് പുട്ട്, അത് നമ്മുടെ ഉള്ളിലേക്ക് പുള്ളി ചെയ്യപ്പെടുന്നു, എന്നിട്ട് അത് വെച്ചിട്ട് ജെർമിനേറ്റ് ചെയ്യുന്നു, ആൻഡ് റിസൾട്ട് ഇൻ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ദി ഓവ്യൂൾസ്. അത് നമ്മുടെ ഒവ്യൂൾ അതിൽ അങ്ങനെ ജെർമിനേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഒവ്യൂളിന് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രക്ഷൻസ് നടക്കുന്നു എന്നാണ് പറയുന്നത്. ദ സെമി ജെർമിനേറ്റഡ് 3-cell മൈക്രോസ്പോർസ് ജെർമിനേറ്റ് നൗ ഓൺ ദി ന്യൂസെല്ലസ്. അപ്പോൾ ആ എന്താ പറയുക പകുതി ജെർമിനേറ്റഡ് ആയിട്ടുള്ള 3-celled ആയിട്ടുള്ള മൈക്രോസ്പോർസ് എന്താ ചെയ്യുന്നു, നമ്മുടെ ന്യൂസെല്ലസിൽ വെച്ചിട്ട് ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. ഈച്ച് പൊള്ളൻ ഗ്രെയിൻ gives out a pollen tube that penetrates through the nucellar tissue along the sides of the pollen chamber. അപ്പോൾ ഓരോ പൊള്ളൻ ഗ്രെയിൻ എന്ത് ചെയ്യുന്നു, ഒരു പൊള്ളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ന്യൂസെല്ലാർ ടിഷ്യൂസിൻ്റെ ഉള്ളിൽ കൂടെ പെൻട്രേറ്റ് ചെയ്തിട്ട് എന്താണ് അലോങ് ദി സൈഡ്സ് ഓഫ് പൊള്ളൻ ചേമ്പറിൻ്റെ സൈഡ്സിൽ കൂടെ എന്താണ് നമ്മുടെ ന്യൂസെല്ലാർ ടിഷ്യൂസിൻ്റെ ഉള്ളിലേക്ക് പെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ പൊള്ളൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പൊള്ളൻ ട്യൂബ് യൂഷ്വലി ബ്രാഞ്ചസ് ഇൻ ദ ന്യൂസെല്ലാർ ടിഷ്യൂ. അപ്പോൾ അത് ന്യൂസെല്ലാർ ടിഷ്യൂസിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ് പൊള്ളൻ ട്യൂബ് ബ്രാഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. ദി അതർ എൻഡ് ഓഫ് ദി ഗാമറ്റോഫൈറ്റ് എൻലാർജസ് ആൻഡ് റിമെയിൻസ് പ്രൊട്രൂഡിങ് ഇൻ ടു ദ പൊള്ളൻ ചേമ്പർ. അപ്പോൾ ഗാമറ്റോഫൈറ്റിൻ്റെ മറ്റേ എൻഡ് എന്താണ് എൻലാർജ് ചെയ്യുന്നു, എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, നമ്മുടെ പൊള്ളൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് ആൻഡ് റിമെയിൻസ് പ്രൊട്രൂഡിങ് ഇൻ ടു ദ പൊള്ളൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് പ്രൊട്രൂഡ് ചെയ്യുന്നതാണ് പറയുന്നത്. The tube nucleus is usually moves into the pollen tube except in Zamia it remains in the main body. അപ്പോൾ നമ്മുടെ ട്യൂബ് ന്യൂക്ലിയസ് എന്താണ് പൊള്ളൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക്, the tube nucleus usually moves in the pollen tube, അതായത് പൊള്ളൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ട്യൂബ് ന്യൂക്ലിയസ് പോകുന്നു. സാമിയയിൽ മാത്രം അങ്ങനെ ഇല്ല, പക്ഷേ അതെന്താണ് അതെപ്പോഴും മെയിൻ ബോർഡർ ഉള്ളിൽ തന്നെ റിമെയിൻ ചെയ്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. 18 days after pollination the generative cells divides to form the stalk cell and the body cell. അപ്പോൾ പോളിനേഷൻ നടന്നിട്ട് 18 ദിവസത്തിന് ശേഷം ഈ ജനറേറ്റീവ് സെൽ എന്തായിട്ട് മാറുന്നു, ഒരു സ്റ്റോക്ക് സെല്ല് പിന്നെ ഒരു ബോഡി സെല്ലുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദ സ്റ്റോക്ക് സെൽ ഇസ് സ്മോളർ ആൻഡ് ഇസ് ഇൻ കോൺടാക്ട് വിത്ത് ദി പ്രോതാലസ് സെൽ. അപ്പോൾ സ്റ്റോക്ക് സെൽ എന്താണ് സ്മോളർ ആയിരിക്കും, ആൻഡ് ഇസ് ഇൻ കോൺടാക്ട് വിത്ത് ദി പ്രോതാലസ് സെൽ. അപ്പോൾ അത് സ്റ്റോക്ക് സെല്ല് സ്മോളറും ആയിരിക്കും, പിന്നെ അത് പ്രോതാലസ് സെല്ലുമായിട്ട് ഒരു കോൺടാക്റ്റ് ഉണ്ടായിരിക്കും. പ്രോതാലസ് സെൽസ് ഇൻ ദ സൈക്കഡ്സ് ഇസ് പെർസിസ്റ്റൻറ്റ്. അപ്പോൾ സൈക്കഡ്സിലുള്ള പ്രോതാലസ് സെൽ എന്താണ് പെർസിസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്.